ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഷോപ്പൊക്കെ കഴിഞ്ഞ് രാത്രി വന്നിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു കേസ് സാധനം കൊണ്ട് തന്നു കേട്ടോ. എന്താണെന്ന് നോക്കാം. മീനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഞണ്ടാണ് കേട്ടോ. എനിക്ക് ഇക്കായാണെങ്കിൽ എനിക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ഓരോ പണിയും കൊണ്ടുവരും ഗൈസ്. അങ്ങനെ ഇതാ നമ്മുടെ ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചുമ്മാതെയാണ് കേട്ടോ. ഇക്കാക്കറിയാം എനിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണെന്ന്. അങ്ങനെ കായൽ ഞണ്ട് കണ്ടു. അങ്ങനെ ഇതാ നമ്മുടെ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. ഷോപ്പിൻ്റെ അടുത്ത് ചന്തയുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. ഒരു ഞണ്ടിൻ്റെ വലിപ്പം ഭയങ്കര വലിപ്പമായിരുന്നു കേട്ടോ. കായൽ ഞണ്ടിന് നല്ല മാംസം കാണും ഗൈസ്. അങ്ങനെ ഇതാണ് കേട്ടോ സംഭവം. ഇതിപ്പോൾ കാണുമ്പോൾ ഇങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും വലിയ ഞണ്ടോ എൻ്റെ അമ്മൂന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ ഭയങ്കര മാംസമാണ് കേട്ടോ. ആ കാലൊക്കെ സെപ്പറേറ്റ് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്താ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആളുകൾക്ക് വേവിച്ച് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ സെറ്റാക്കി വൃത്തിയാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വൃത്തിയാക്കിയ ഞണ്ടിലേക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. മസാല പുരട്ടി ഞാൻ വെക്കും, ഫ്രിഡ്ജിലോട്ട് വെക്കും. അപ്പോഴത്തേക്കാണ് ഞാൻ സവോളയൊക്കെ സെറ്റാക്കി എടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിനുശേഷം നല്ല കറി മസാലയാണ് കേട്ടോ. കറി മസാലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഞാനൊന്ന് പുരട്ടും ഗൈസ്. കൈയൊന്നും മുറിയാതെ നോക്കണേ കേട്ടോ, ഇതിൻ്റെ മുള്ള് കൊണ്ടിട്ട്. അപ്പോൾ നമ്മുടെ ഞണ്ടിൻ്റെ കാലും കൈയും ഒന്നും കൊണ്ടുവിടല്ലോ. അങ്ങനെ അതിനെ ഒന്ന് മസാല പുരട്ടി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. അതിനുശേഷം പിന്നീട് സവോള അരിയൊക്കെ ആയി ഗൈസ്. മറ്റേ ഇല്ല സിനിമയ്ക്കകത്ത് അരിയുന്ന കണക്കാണ് കേട്ടോ. സലീം അരിയത്തില്ലേ സവോള കിരികിരി, അതുപോലെയാണ് ഗൈസ്. നല്ല സവോള അരിഞ്ഞ് കണ്ണും മൂക്കുമൊക്കെ ഇതേപോലെ ആയി. പിന്നെ അതിനുശേഷം മസാല പുരട്ടിയ ഞണ്ട് വേണ്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. സവോള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ഗ്ലാസ് പാൽ എനിക്ക് മസ്റ്റാണ് ഗൈസ്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വെളിച്ചെണ്ണയുണ്ട് കേട്ടോ. അപ്പോൾ സവോളയും ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ കരിയേപ്പില ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് മോഷ്ടിച്ചതാണ് ഗൈസ്. ചെറിയൊരു കരിയേപ്പില ചെടിയിൽ നിന്ന് മോഷ്ടിച്ചതാണ് കേട്ടോ. അങ്ങനെ എല്ലാമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു കടായി വെക്കാം. ഇതിലാണ് കേട്ടോ ഞാൻ ചിക്കൻ കറിയും ഞണ്ട് കറിയൊക്കെ വെക്കുന്നത്. അതിലേക്കുള്ളത്തോളം ഗൈസ്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ഇണക്ക് ഒന്ന് റെഡിയായി നല്ല തിളച്ച് വരുന്ന സമയത്ത് ഉലുവ ഇടണം കേട്ടോ. ഉലുവ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഉലുവ പൊട്ടണം, അല്ലെങ്കിൽ പച്ചച്ചവ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവ നമുക്കറിയാമല്ലോ, തിളച്ച വെളിച്ചെണ്ണയിലോട്ട് ഇടുമ്പോൾ ഉലുവ പൊട്ടുന്നൊരു ശബ്ദം കേൾക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ഉലുവ നല്ല ഇണക്ക് പൊട്ടുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഉലുവ പൊട്ടി വന്നു. അപ്പം നമ്മൾ അതിലേക്ക് എന്താണ് ആഡ് ചെയ്യുന്നത്? കരിവേപ്പിലയാണ് ഇടുന്നത് കേട്ടോ. കരിവേപ്പിലയാണ് ഇടുന്നത്. നല്ല പൊട്ടി വരുമ്പോഴത്തേക്കും അപ്പോൾ തെറിച്ച് കേട്ടോ. അങ്ങനെ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം സവോളയാണ് കേട്ടോ ഇടുന്നത്. സവോളയും കൂടി ഇട്ടു. അതിനുശേഷം ഇത്തിരി വഴറ്റി കൊടുത്തു ഗൈസ്. പിന്നെ നമ്മൾ സവോള ഇട്ട് വഴഴുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടി ഇട്ട് നല്ല ഇണക്ക് വഴറ്റി. അപ്പം നമ്മുടെ സവോളയും പച്ചമുളകും കരിവേപ്പിലയും ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഇച്ചിരി ഒന്ന് വാടി വരണം കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത്. ഇത് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ മൂത്ത് കരിഞ്ഞു പോകും. അതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ സവോളയൊക്കെ ഇട്ടതിന് ശേഷം ഇടുന്നതാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നല്ല ഇണക്ക് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഇണക്കൊന്ന് വഴലട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് വേറുള്ള കാര്യങ്ങളും കൂടി കുറച്ച് ചെയ്യാനുണ്ട്. പിന്നെ തക്കാളി ഇട്ട് കേട്ടോ. നല്ല വഴണ്ട് വന്നപ്പോഴത്തേക്കും തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് ഗൈസ് കേട്ടോ. തക്കാളി നല്ലതുപോലെ നല്ല സെറ്റായി ഒന്ന് വഴണ്ട് വന്നു. അപ്പോൾ ഈ ഒരു നിറം ആകുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ഇട്ടത്. ക്യാമറ ഒരു കൈ പിടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ചെറിയൊരു വിറപ്പ് പോലെ. പിന്നെ മുളക് പൊടിയുണ്ട്. ഇക്കാണെങ്കിൽ ഇത് തന്നിട്ട് അങ്ങ് ഷോപ്പിൽ പോയി, അല്ലെങ്കിൽ ഇക്ക പിടിച്ചതിനായിരുന്നു ക്യാമറ. പിന്നെ അതിനുശേഷം മുളക് പൊടിയാണ് ഗൈസ് ഇടുന്നത്. പിന്നെ അതിനുശേഷം പ്രധാന ഒരു സാധനമാണ് കുരുമുളക് പൊടി. ഇത് ഇത്തിരി തോനെ ഇടണം കേട്ടോ. ഇച്ചിരി എരി വന്നാലേ കൊള്ളത്തോളം ഇതിൽ. അതുകൊണ്ടിട്ട് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി തോനെയിട്ട്, പിന്നെ മല്ലിപ്പൊടിയും തോനെ ഇടുന്നുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഏകദേശം ഒരുപോലെയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കൈക്കണക്കാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ വീണ്ടും ഇത്തിരി കറി മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടാതെ നല്ലൊരു ടേസ്റ്റ് വരത്തോളം ഞണ്ട് കറിക്ക്. അങ്ങനെ ഇതെല്ലാം സെറ്റായി വരുമ്പോഴത്തേക്കും ഞാൻ ഞണ്ട് മസാല പുരട്ടി വെച്ചിരുന്നതിനെ ഇതിലോട്ട് തട്ടിയതിന് ശേഷം ഒരു കൈ വെച്ച് ക്യാമറ പിടിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ ക്യാമറ ഒന്ന് താത്തി വെച്ചിട്ട് സെറ്റാക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം നല്ല ചൂട് വെള്ളം കേട്ടോ. നല്ല ചൂട് വെള്ളം. കാര്യം ഈ കായൽ ഞണ്ടിന് നല്ല മാംസം ഉണ്ടായിക്കൊണ്ടിട്ട് അത് നല്ല ഇണക്കൊന്ന് സെറ്റായി വരണം. അപ്പോൾ വെട്ടി തിളച്ച വെള്ളവും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ ചരുവത്തിലാണ് കേട്ടോ എടുത്തത് വെള്ളം. എന്നിട്ട് അതിനുശേഷം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ല നെവുക്ക ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് കേട്ടോ, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ഇതുപോലെ തിളച്ച് വരും കേട്ടോ. എന്നിട്ടും ഇച്ചിരി കൂടി വേവാനുണ്ട്. കാര്യം ഈ ഞണ്ടിന് നല്ല വേവുണ്ടല്ലോ, കായൽ ഞണ്ടല്ലേ, മാംസം ഉണ്ട്. അതുകൊണ്ടിട്ട് ഈ ഒരു ഓറഞ്ചിഷ് കളറായി വരും കണ്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു ചില്ലി റെഡ് ഓറഞ്ചിഷ് ആ ഒരു കളറായി വരും ഗൈസ്. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ ഇച്ചിരി നല്ല അണക്ക് തിളപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു ഗ്ലാസ് പാല്, പശുവും പാലാണ് ഒഴിക്കുന്നത്. ഇതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനിയാണ് ഈ കറിക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പാര ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ എന്താ ചോറ് ഇടുന്നുണ്ട് കേട്ടോ. കലത്തിൽ നിന്ന് ചോറ്, ഇങ്ങനത്തെ കലത്തിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. അതായത് ഇക്കാക്ക് ഇങ്ങനത്തെ കലത്തിലാണ് ഇഷ്ടം. സാധാ അലൂമിനിയം കലത്തിനെയും കാട്ടിയിട്ടും ഇങ്ങനത്തെ കലമാണ് ഇഷ്ടം. അപ്പോൾ അതാ ചോറിട്ടിട്ടുണ്ട്. ചോറിട്ടതിന് ശേഷം പിന്നെ നമ്മൾ രാത്രിയല്ല ഇച്ചിരിയൊക്കെയുള്ള കറികൾ രാവിലെ എല്ലാമൊക്കെ വെക്കുന്നില്ല. ചതുരപ്പയർ തോരനുണ്ടായിരുന്നു, അതിതാ വെച്ചു. അതിനുശേഷം ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് വെക്കുന്നത്. നല്ല അടിപൊളി മീൻകറി, ഇന്നലത്തെ പറ്റിച്ച അയലക്കറിയായിരുന്നു കേട്ടോ, അത് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ കറിയൊക്കെ സെറ്റായി വന്നു. നമ്മുടെ ഞണ്ട് കറി നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മട്ടൻ കറിയൊക്കെ ദൂരെ മാറി നിൽക്കുക, അത്ര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ വീഡിയോ വരെ എടുത്തത്. അപ്പോൾ ഇതാ മാങ്ങ അച്ചാറും ഞണ്ട് കറി എല്ലാം കൂട്ടി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഡിന്നർ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളി ഞണ്ടാണ് കേട്ടോ. എൻ്റെ അമ്മോ, വലിയ ഞണ്ടായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗൈസ്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ ചോറ് അങ്ങോട്ട് ഇത്തിരി എടുത്തു. അതിനുശേഷം തോരൻ എടുത്തു. പിന്നെ അതിനുശേഷം ദാ നമ്മുടെ ഇച്ചിരി അച്ചാറെടുത്തു കേട്ടോ. അച്ചാറും കൂടി എടുത്തതിന് ശേഷം ഞണ്ടും അങ്ങോട്ട് എടുത്ത് കഴിച്ചു ഗൈസ്. ടാറ്റ ബൈ ബൈ.